നമസ്കാരം. ഞാനിന്ന് പ്രവചിക്കാൻ പോകുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഈ മീനമാസത്തിൽ അവർക്ക് ഉള്ള ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. യോഗ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട ഒരു സമയമാണ്. ധാരാളം നല്ല ഓഫറുകൾ അവർക്ക് കിട്ടാം. അവരുടെ ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്നതിന് ഉള്ള സാധ്യത കാണുന്നു. അതുകൂടാതെ യോഗ പരിശീലനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതും നല്ലൊരു സമയമാണ്. കൺസൾട്ടൻ്റായി ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല ഒരു സമയമാണ്. സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. ഡോക്ടർമാരായും പ്രത്യേകിച്ച് സർജറി മേഖലയിൽ ഏത് സർജറി ആയിരുന്നാലും ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് വളരെ സാമ്പത്തിക മെച്ചമുണ്ടാക്കാൻ ഉള്ള ഒരു സമയമാണിത്. ധാരാളം നേട്ടങ്ങളുണ്ടാകാം, പേര് പ്രശസ്തി ഉണ്ടാകാം. അഭിഭാഷകരായി ജോലി ചെയ്യുന്നവർക്കും ധാരാളം കേസുകൾ ലഭ്യമാകാം. അതായത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചിട്ട് അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ധാരാളം കേസുകൾ ലഭിക്കാം. അവർ കോടതിയിൽ വിചാരണ ചെയ്യുന്ന കേസുകൾക്ക് ജയിക്കേണ്ട സാധ്യതയും കൂടുതലാണ്. വളർത്തുമൃഗ ഷോപ്പുകൾ, അതായത് പക്ഷിമൃഗാദികളുടെ വളർത്തുമൃഗങ്ങളുടെ ഷോപ്പുകൾ നടത്തുന്നവർക്കും വളരെയധികം സാമ്പത്തിക മെച്ചങ്ങൾ ഈ മാസം ഉണ്ടാകാം. മാനിപ്പുലേറ്ററുകൾക്കും വളരെ ഗുണപ്രദമായ ഒരു സമയമാണ്. എഞ്ചിനീയറായി ഏത് മേഖലയിലായിരുന്നാലും എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വളരെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇത്രയും കാലം വിവാഹം എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ മാസം ഇണയെ കണ്ടെത്താനും വിവാഹ നിശ്ചയമോ വിവാഹമോ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചാൽ മാത്രം ധനലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ധാതുക്കളുടെ അസന്തുലിതാവസ്ഥ, അതിൻ്റെ കുറവ് കൂടുതൽ മൂലമുള്ള ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടുന്നതൊക്കെ ചെയ്യുക. അങ്ങനെ ഈ രോഗം ഇങ്ങനെയുള്ള ഇത് മെറ്റീരിയൽ അൺബാലൻസ്ഡ് ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് ആ രോഗം കുറഞ്ഞു തുടങ്ങാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗുണകരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഞാൻ ഇതുവരെ പ്രവചിച്ചത് സാമാന്യമായിട്ടുള്ള നല്ല ഫലങ്ങളാണ്. പക്ഷേ ഈ ഫലങ്ങളെല്ലാം ലഭ്യമാകുന്നതിന് തടസ്സങ്ങളാകുന്ന ചില മോശമായ ഫലങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വീണ്ടും വിചാരമില്ലാതെ ചെയ്ത പ്രവൃത്തികൾ ഗ്രഹപ്പിഴയായി തീരേണ്ട ഒരു സമയമുണ്ട്. അല്പലാഭം പ്രതീക്ഷിക്കുക വഴി ധാരാളം നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണ്ടുന്ന രീതിയിൽ ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. സർക്കാരിൽ നിന്നും മേലധികാരികളിൽ നിന്നും ഭയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള നോട്ടീസുകൾ, അതായത് സമൻസുകൾ വരേണ്ട ശാസനയുണ്ട്. അല്ലെങ്കിൽ അവരുടെ ശാസന കേൾക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പല പ്രകാരത്തിലും അനർത്ഥങ്ങൾ ഉണ്ടാകേണ്ട ഒരു സാധ്യതയുണ്ട്. പാഴ്ചെലവുകൾ ധാരാളം ഉണ്ടാകാം. കണ്ണിനും തൊലിപ്പുറത്തും രോഗങ്ങൾ ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. രക്തത്തിൽ അണുബാധ മൂലമുള്ള രോഗങ്ങളും ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. പല കഷ്ടതകളും വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിത്തരസങ്ങളുടെ കുറവ് കൂടുതൽ മൂലവും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ലഭിക്കുന്ന ധനം ചെലവിന് തികയാതെ വന്നേക്കാം. വാദം മുതലായ രോഗങ്ങൾ വരേണ്ട സാധ്യത കാണുന്നുണ്ട്. പല ഇഷ്ടങ്ങളും നടക്കാതെ പോകാം. തൽക്കാലം ബന്ധുജനങ്ങളെ വെറുപ്പിക്കാതിരിക്കുക, അതായിരിക്കും ഏറ്റവും ഗുണം. മാനഹാനി, ചാരിത്രഭംഗം മുതലായവ വരാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടെയുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമായി വരുന്നു. ഇപ്പം നിങ്ങൾക്ക് അഷ്ടമശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 29/3/2025 ശനി ഭഗവാൻ മീനൻ രാശിയിലേക്ക് മാറുന്നതിന്, അപ്പം നിങ്ങൾക്ക് 9ാമത്തെ രാശിയിലാണ് വരുന്നത് എങ്കിലും ശനിയുടെ ദോഷങ്ങളില്ലെങ്കിലും ദോഷപ്പെട്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ മീനമാസത്തിൽ ഭഗവാൻ എല്ലാവിധ ആയുസ്, ആരോഗ്യ, സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ മാറുന്നതിന് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.